ഹരി ഓം. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പാർട്ട് 2 2 പാർട്ടായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ പ്രമാണം വരെയാണ് പഠിച്ചത് അല്ലേ? വിരാട് പുരുഷൻ്റെ പ്രമാണം എന്ന് പറയുന്ന തെളിവ് വിരാട് പുരുഷൻ്റെ ശ്വാസോച്ഛ്വാസമാണ്. വേദങ്ങളെന്ന് ഉപനിഷത്തുക്കൾ പറയുന്നു. എല്ലാ അറിവുകളുടെയും ഖനിയാണ് ഭഗവാൻ. അറിവുകളുടെ അടിസ്ഥാനവും അദ്ദേഹം തന്നെ. വേദാന്ത കൃത്ത് താൻ തന്നെ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു. അച്യുതനാണ് ധർമ്മത്തിൻ്റെ പ്രഭു, അതുകൊണ്ട് പ്രമാണം ഭഗവാൻ തന്നെ എന്ന്. അടുത്തതിൽ ബീജമവ്യയം, യാതൊരു മാറ്റവും വരാത്ത വിത്ത്. സർവഭൂതജാലങ്ങളും വീണ്ടും വീണ്ടും വെളിപ്പെട്ട് സ്ഥിതി ചെയ്ത് എന്നിൽ തന്നെ ലയിക്കുന്നു. അതായത് ഭൂതഗ്രാമ സയേവായം ഭൂത്വാ ഭൂത്വാ പ്രലീയതേ. ഭഗവത്ഗീത 8-ാം അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സർവഭൂതജാലങ്ങളും വീണ്ടും വീണ്ടും വെളിപ്പെട്ട് സ്ഥിതി ചെയ്ത് എന്നിൽ തന്നെ ലയിക്കുന്നു എന്ന്. അപ്പം ഈ ജഗത്ത് ഒന്നുപോലെ സൃഷ്ടിക്കപ്പെടുന്നു. നാശമില്ലാത്തതും യാതൊരു മാറ്റമില്ലാത്തതും ഒന്നിനും ഒരു മാറ്റത്തിനും വിധേയമാകാത്തതുമായ അതിൻ്റെ വിത്ത്, ബീജം, അത് കാരണം, അതായത് കാരണം പരബ്രഹ്മം തന്നെ. അപ്പം കാര്യത്തിൻ്റെ കാരണമാണ് ഭഗവാൻ. അതുകൊണ്ട് അവ്യയമായ ബീജം അത് വിഷ്ണു തന്നെയാണ്. ബീജം എന്ന് പറഞ്ഞാൽ വിത്ത്, അത് ഭഗവാൻ തന്നെ. യാതൊരു മാറ്റവും വരാത്ത വിത്ത്. അടുത്ത നാമം അർദ്ധക, അർത്ഥിക്കപ്പെടുന്നവൻ. അതായത് ഭഗവാൻ ചിദാനന്ദ സ്വരൂപനാണ്. സമസ്ത ജീവജാലവും ഇച്ഛിക്കുന്നത് സുഖമാണ്. അപ്പം നൈമിഷികങ്ങളായ ഇന്ദ്രിയ സുഖങ്ങൾ പരമാത്മാവിൽ നിന്നുണ്ടാകുന്ന സ്ഫുരണങ്ങൾ മാത്രമാണ്. അവിദ്യയാൽ സത്യമറിയാത്ത ജീവികൾ സ്വന്തം പ്രയത്നത്താലാണ് അത് എന്ന് അഹങ്കരിക്കുന്നു. അപ്പോൾ ഭഗവാനെ ആശ്രയിച്ച് അർത്ഥിച്ചാൽ പുരുഷാർത്ഥങ്ങൾ കൈവരും എന്ന്, അല്ലെങ്കിൽ ആ പുരുഷാർത്ഥങ്ങൾ നൽകുമെന്ന് ക്ഷിപ്രസാധ്യമാണ് ഭഗവാന്. പെട്ടെന്ന് പറ്റും. അതുകൊണ്ട് ഭഗവാൻ തന്നെ ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നു, ഏതസ്യൈ ആനന്ദാസ്യ അന്യാനി ഭൂതാനി മാത്രം ഉപജീവന്തി എന്ന് പറഞ്ഞാലോ, ഭഗവാനെ ആശ്രയിച്ച് അർത്ഥിച്ചാൽ പുരുഷാർത്ഥങ്ങൾ കൈവരുന്നു. അത് ക്ഷിപ്രപ്രസാദമാണ്. പിന്നെ ഈ ആനന്ദത്തിൻ്റെ അംശത്തെ, ഏതസ്യൈ ആനന്ദാസ്യൈ അംശത്തെ മറ്റു ഭൂതജാലങ്ങൾ ആശ്രയിച്ച് ഉപജീവിക്കുന്നു. ഭൂതാനി മാത്രം ഉപജീവന്തി, അന്യാനി ഭൂതാനി, മറ്റ് ഭൂതജാലങ്ങൾ ഈ ആനന്ദത്തെ, ഈ അംശത്തെ, ആനന്ദത്തിൻ്റെ അംശത്തെ ആശ്രയിച്ച് ജീവിക്കുന്നു. അപ്പോൾ ലൗകിക സുഖങ്ങളെല്ലാം ഈ ആനന്ദത്തിൻ്റെ ചെറിയ കണികകൾ മാത്രമാകുന്നു. അപ്പോൾ ഭഗവാൻ അർത്ഥിക്കുന്നവൻ, അർത്ഥിക്കപ്പെടുന്നവൻ എന്നർത്ഥം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അടുത്ത വാക്ക് അനർത്ഥക, അർത്ഥമില്ലാത്ത എന്ന് പറഞ്ഞാൽ കാമമില്ലാത്തവൻ. നാ വിദ്യതേ അർത്ഥായസ്യ സ അനർത്ഥക, അർത്ഥമില്ലാത്തവൻ അനർത്ഥൻ. യാതൊരുവന് അർത്ഥം, അതായത് കാമമില്ലയോ, അവൻ അനർത്ഥൻ എന്നതിനാൽ അവാപ്തകാമനായ ഭഗവാൻ അനർത്ഥനാണ്. മഹാവിഷ്ണു സമ്പൂർണ്ണ കാമനാകുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം സിദ്ധസങ്കല്പനാണ്. വാസനാധിഷ്ഠിതമാണ് കാമങ്ങൾ. നിർഗുണനായ ഭഗവാന് കാമം ഉത്ഭവിപ്പിക്കാൻ കാരണമില്ല. അതുകൊണ്ട് അവാപ്തകാമനായ യോഗേശ്വരനായ ശ്രീകൃഷ്ണന് കാമങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അനർത്ഥൻ എന്നു പേര്. അടുത്ത നാമം മഹാകോശക, മഹത്തായ കോശങ്ങളുള്ളവൻ. കോശം, നമ്മളുടെ ഉള്ളിൽ തന്നെ 5 കോശങ്ങളുണ്ട്. അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം എന്നിങ്ങനെ 5 എണ്ണം. അപ്പോൾ പരമാത്മാവിനെ ആച്ഛാദനം ചെയ്യുന്നു ജഗതീശ്വരനായ മഹാവിഷ്ണുവിൻ്റെ കോശങ്ങൾ മഹത്തായവയായതിനാൽ
മഹാകോശൻ എന്ന് ഭഗവാന് പേര്. അപ്പോൾ വ്യഷ്ടിയിൽ ഈ കോശങ്ങളെ പ്രകാശിപ്പിക്കുന്നു, സമഷ്ടിയിൽ കോശങ്ങൾ അവ്യക്തമാകുന്നു. അപ്പോൾ കോശം എന്നതിന് വേറൊരർത്ഥവും കൂടിയുണ്ട്, ഖജനാവ് എന്ന്. അങ്ങനെ നോക്കിയാൽ ശംഖനിധി, പത്മനിധി തുടങ്ങിയ സമ്പത്തുക്കളുടെ ആസ്ഥാനം ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ക്ഷയിക്കാത്ത ഈടുവയ്പ് ഉള്ളവൻ എന്ന് അർത്ഥം എടുക്കാം. അതുപോലെ മഹാഭോഗൻ എന്ന് ഭഗവാന് പേര്. അത്യുത്കൃഷ്ടമായ സുഖാനുഭവം ഉള്ളവൻ, മഹത്തായ ആനന്ദം സ്വാഭാവികമായി ഉള്ളതാണ് പരബ്രഹ്മമായ മഹാവിഷ്ണു. ഛാന്തോക്യ ഉപനിഷത്തിൽ യോ വൈഭൂഹോ, അതായത് യോ വൈഭൂമാതൽ സുഖം അല്പേ സുഖമസ്തി ഭൂമൈവ സുഖം. അതായത് ഉത്കൃഷ്ടമായ മഹത്തായ ആനന്ദം യാതൊന്ന് ഭൂമാവ്, യോ വൈ ഭൂമ, യാതൊന്നാണ് ഭൂമാവ്, അതായത് ഏറ്റവും മഹത്തായിട്ടുള്ളത്. തൽസുഖം, അതാണ് സുഖം. അതായത് യോ വൈ ഭൂമ തൽസുഖം, ഏതാണോ ഏറ്റവും മഹത്തായിട്ടുള്ളത് അതാണ് സുഖം. അല്പമാണെങ്കിൽ അല്പേ സുഖമസ്തി, അല്പമാണെങ്കിൽ സുഖമില്ല. അല്പസുഖം കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഭൂമയി അസുഖം, ആഗ്രഹങ്ങൾ ഉളവാക്കി ദുഃഖത്തിന് കാരണമാകുന്നു. അപ്പം തൈത്തിരീയ ഉപനിഷത്തിൽ ബ്രഹ്മാനന്ദവല്ലിയിൽ അകാമനായ ശ്രോത്രിയന് ബ്രഹ്മാനന്ദാനുഭവം ലഭിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഭഗവാൻ മഹാഭോഗൻ. അടുത്ത നാമം മഹാധനഹ, മഹത്തായ ധനമുള്ളവൻ. ധനമാകുന്നു ഭോഗസാധനം. മഹാഭോഗനായ മഹാവിഷ്ണുവിൻ്റെ മഹത്തായ ധനം പരമാനന്ദം തന്നെ. അദ്ദേഹം അത് ഭക്തന്മാർക്ക് ധാരാളമായി നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭഗവാന് പേര് മഹാധനക. ഇനി നമ്മൾക്ക് ആ ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥവും ഒറ്റവാക്കിലർത്ഥവും നോക്കാം. വിസ്താരസ്ഥാവരസ്ഥാണുഹോ പ്രമാണം ബീജമവ്യയം അർത്ഥോനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധനക. വിസ്താര, ആദ്യത്തെ നാമം സകല പ്രപഞ്ചങ്ങളെയും ഉൾക്കൊള്ളത്തക്ക വിസ്താരമുള്ളവൻ. സ്ഥാവരസ്ഥാണുഹോ, അചരങ്ങളായ വസ്തുക്കൾക്ക് ആസ്ഥാനമായവൻ. പ്രമാണം, ധർമ്മത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സ്വരൂപമായവൻ. ബീജമവ്യയം, ഒരു മാറ്റവും സംഭവിക്കാത്ത വിത്ത്. അർത്ഥ, സുഖാഗ്രഹികളാൽ അർത്ഥിക്കപ്പെടുന്ന സച്ചിദാനന്ദരൂപി. അനർത്ഥ, ആഗ്രഹങ്ങളൊന്നുമില്ലാത്തവൻ. മഹാകോശ, അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്നീ കോശങ്ങളാൽ മറയ്ക്കപ്പെടുന്നവൻ. ശംഖനിധി, പത്മനിധി തുടങ്ങിയ സമ്പത്തുക്കളുടെ ആസ്ഥാനം, അതും ഭഗവാൻ. അതുകൊണ്ട് മഹാകോശ. അടുത്ത നാമം മഹാഭോഗ, അത്യുത്കൃഷ്ടമായ സുഖാനുഭവമുള്ളവൻ. അടുത്ത നാമം മഹാധനക, മഹത്തായ ധനമുള്ളവൻ. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വിസ്താരസ്ഥാവരസ്ഥാണുഹോ പ്രമാണം ബീജമവ്യയം അർത്ഥോനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധനക. സകല പ്രപഞ്ചങ്ങളും ഭഗവാനിൽ നിന്ന് രൂപം കൊള്ളുന്നതിനാലും കൽപ്പകാലത്ത് അവ ഭഗവാനിൽ തന്നെ ലയിക്കുന്നതിനാലും വിസ്താരമുള്ളവനും സ്ഥിരമായി സ്ഥിതി ചെയ്യുന്നവയുടെ, അതായത് സ്ഥാവര വസ്തുക്കളുടെ ആസ്ഥാനമായിരിക്കുന്നവനും ധർമ്മത്തിൻ്റെ പ്രഭുവായതിനാൽ പ്രമാണമായിരിക്കുന്നവനും യാതൊരു മാറ്റവുമില്ലാത്ത വിത്തായിരിക്കുന്നവനും സുഖം ഇച്ഛിക്കുന്ന സകല ജീവജാലങ്ങളാലും അർത്ഥിക്കപ്പെടുന്നവനും ആഗ്രഹങ്ങളൊന്നുമില്ലാത്തവനും പരമാത്മാവിനെ ആച്ഛാദനം ചെയ്യുവാൻ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന കോശങ്ങളുള്ളവനും
അത്യുത്കൃഷ്ടമായ സുഖാനുഭവങ്ങൾ സ്വയമേ അനുഭവിക്കുന്നവനും പരമാനന്ദമെന്ന മഹാധനമുള്ളവനും ഭഗവാൻ തന്നെ. അതുകൊണ്ട് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ പേരുകൾ ഭഗവാനെ യോജിച്ചതാണ്. അപ്പം ഒരിക്കൽ കൂടി വായിച്ചിട്ട് ഒരിക്കൽ കൂടി അർത്ഥം പറയാം. വിസ്താരസ്ഥാവരസ്ഥാണുഹോ പ്രമാണം ബീജമവ്യയം അർത്ഥോനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധനക. സകല പ്രപഞ്ചങ്ങളും ഭഗവാനിൽ നിന്ന് രൂപം കൊള്ളുന്നതിനാലും കൽപ്പകാലത്തവ ഭഗവാനിൽ തന്നെ ലയിക്കുന്നതിനാലും വിസ്താരമുള്ളവനും സ്ഥിരമായി സ്ഥിതി ചെയ്യുന്നവയുടെ ആസ്ഥാനമായിരിക്കുന്നവനും ധർമ്മത്തിൻ്റെ പ്രഭുവായതിനാൽ പ്രമാണമായിരിക്കുന്നവനും യാതൊരു മാറ്റവുമില്ലാത്ത വിത്തായിരിക്കുന്നവനും സുഖം ഇച്ഛിക്കുന്ന സകല ജീവജാലങ്ങളാലും അർത്ഥിക്കപ്പെടുന്നവനും ആഗ്രഹങ്ങളൊന്നുമില്ലാത്തവനും പരമാത്മാവിനെ ആച്ഛാദനം ചെയ്യുവാൻ അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം എന്ന കോശങ്ങളുള്ളവനും അത്യുത്കൃഷ്ടമായ സുഖാനുഭവങ്ങൾ സ്വയമേ അനുഭവിക്കുന്നവനും പരമാനന്ദമെന്ന മഹാധനമുള്ളവനും ഭഗവാൻ തന്നെ. വിസ്താരസ്ഥാവരസ്ഥാണുഹോ പ്രമാണം ബീജമവ്യയം അർത്ഥോനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധനക. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഹരി ഓം. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം. ഓം തത്സത്.